ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവയും മുട്ടയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയായിട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയാണ് കയ്യിലുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 ഏലക്കായ ഈ റവയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കറക്റ്റ് പാകമാണ് കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മാത്രം പഞ്ചസാര കൂട്ടി ചേർത്താൽ മതി. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞൊന്നും വരില്ല. റവ ആയതുകൊണ്ട് ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ വേറൊരു ജാർ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് എന്താ പറയുക, 2 മുട്ട നമ്മൾ നേരത്തെ എടുത്തില്ലേ, അത് ഈ മുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കൈക്കെടുത്ത മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ 2 മുട്ടയിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ ഒരു 3 പിഞ്ച്, നിങ്ങളുടെ ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒരു 3 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 പിഞ്ച് മാത്രം അപ്പസോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പസോഡ ശ്രദ്ധിക്കുക, 1 പിഞ്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് പാല് കൂടെ ചേർക്കുന്നുണ്ട്. 1 കപ്പ് റവ എടുക്കുമ്പോഴാണ് ഞാൻ ബാക്കി എല്ലാ ചേരുവകളും പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഈ നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള റവയും പഞ്ചസാരയിലേക്കും കൂടി പൊടിച്ചു വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിയിലേക്ക് ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറും കിട്ടും, എന്താ പറയുക, നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ് കളറും, ആ മഞ്ഞ കളറോട്. ഇല്ലെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ദാ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയൊന്നും ചൂടാകുന്ന സമയം മാത്രം ഇതൊന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസും ആയി പോകണ്ട, ഒരുപാട് തിക്കും ആയി പോകണ്ട. ഏകദേശം ഒരു ദോശ മാവിനേലും അതിൻ്റെ ഒരു അല്പം ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ ചേരുവകളും ഇതേ അളവിലെടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നിങ്ങളിപ്പോൾ എന്താ പറയുക, റവ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂടുതലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചില റവകൾ വെള്ളം കുടിക്കുന്ന അളവിൽ വ്യത്യാസം വരും, അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ പാല് അല്പം കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു അല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിറച്ചൊഴിക്കരുത് കേട്ടോ, ഒരു പകുതി മാത്രം ഒഴിച്ചാൽ മതി. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകും, നമ്മൾ ഒരു പിഞ്ച് അപ്പസോഡ ചേർത്തതുകൊണ്ട്. അപ്പോൾ അപ്പസോഡ വേണ്ടെങ്കിൽ മുട്ടയുടെ ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ തയ്യാറാക്കി, നിങ്ങൾക്ക് ഇത് ചെറിയ നമ്മൾ പാൻ കേക്ക് പോലെ തയ്യാറാക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക് പോലെയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട്. ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം, ചട്ടി ചൂടായി ഇത് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിന് കുക്കിംഗ് ടൈമൊന്നും അധികം വരുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 1-2 മിനിറ്റ് മതി ഇത് ഓരോ ബാച്ചും തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നു പോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ കുഴിയിലൊക്കെ ഒരല്പം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി പരന്ന് വന്നിട്ടുള്ളത്. കുറച്ചുകൂടിയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പസോഡ 1 പിഞ്ച് ചേർത്തുകൊണ്ട് കുറച്ചൊക്കെ പൊങ്ങി വരും. ഇതിപ്പോൾ 2 ഭാഗമായിട്ടുണ്ട്. നമ്മൾ ആദ്യം മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം, പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അത് കഴിഞ്ഞ് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു നെയ്യപ്പം ചട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് കണ്ടോ, ഒരുപാട് ഞാൻ നിറച്ചൊഴിച്ചില്ല, ഒരു 1/4 ഭാഗത്തിൽ ഒരല്പം കൂടി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുഴുവൻ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. നല്ല ആരെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. നല്ല എന്താ പറയുക, സിമ്പിളാണ് തയ്യാറാക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചും കൊണ്ടേ ഇരിക്കും, അത്രയും ടേസ്റ്റാണ്. കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം അറിയിക്കുക.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.